നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ പ്രചാരണവും ചൂടുപിടിച്ചു. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. LDFന് ഇത് അഭിമാന പോരാട്ടമാണ്. UDFും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പോരിന് താനുമുണ്ട് എന്ന് അൻവറും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരവധി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കർട്ടനു പുറകിൽ നടക്കുന്നു എന്ന വാദങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതൊക്കെയാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന്. ശിവദാസൻ, ഈ കർട്ടന് പുറകിൽ എന്ത് നടക്കുന്നു എന്നാണ് ശ്രീ ശിവദാസൻ കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഇത് നടക്കുന്ന പറഞ്ഞാലേ അവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട കേസാണ്. ഈ സ്ഥാനാർത്ഥി വന്ന് അവിടുന്ന് LDF ചാടി UDFിൽ നിന്നു 3-4 മാസം അവിടെ കൂടെ നിന്നു, എല്ലാം കണ്ടു. അവസാനം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പം മത്സര സ്ഥാനാർത്ഥിയെ പറ്റി അനാവശ്യ വാക്ക് മെനഞ്ഞാന്നവരെയും പറഞ്ഞത്. എന്നിട്ട് പോലും വീണ്ടും അവരെ മാറ്റി നിർത്തി. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് അവിടെ എന്ത് വില കൊടുത്തും സ്വരാജിനെ തോപ്പിക്കുന്ന വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ട്. പിന്നെ കത്തും കാര്യങ്ങളും പലതും വരും. രാഷ്ട്രീയ ചണ്ടല്ലേ ഉമ്മൻചാണ്ടി എന്തെല്ലാം അനുഭവിച്ചു ചെയ്തിട്ടാണോ? അത് രാഷ്ട്രീയ ചണ്ടാണ്. അന്ന് സരിത ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന്. ഇപ്പൊ അതല്ല, ഓരോ വിഷയം എടുത്തിടും. പിന്നെ അമ്പർ വന്നു, അമ്പർ കുറെ വ്യക്തിത്വമായ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹം നിലമ്പൂര് പഞ്ചായത്തിലും ഓരോ പഞ്ചായത്ത് അദ്ദേഹം ചെയ്ത കാര്യം, ഒരു വാർഡില് 2300 വീടുണ്ടെങ്കിൽ 50 വീടെങ്കിൽ അദ്ദേഹത്തിന്റെ ആനുകൂല്യം പറ്റുന്ന ഒരു വീടുമില്ല. അത് വേറെ വിഷയം. അദ്ദേഹം അങ്ങനെ നശിച്ച് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം നാവ് കൊണ്ടും പ്രവൃത്തിയും കൊണ്ടും അദ്ദേഹത്തിന് ഈ ഗതികേട് വന്നു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ പറയാം, ഒരു കാരണവശാലും അവിടെ ജയിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിരിക്കും. ഒരു സംശയം വേണ്ട സാർ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വ്യക്തമാണ്. ദിവാകരൻ, ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്നാണ് എനിക്കൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, എന്തെങ്കിലും പിന്നാമ്പുറ കളികൾ നടക്കുന്നുണ്ടോ നിലമ്പൂരിൽ? വോട്ട് കച്ചവടത്തിനൊക്കെ കളമൊരുങ്ങുന്ന ആരോപണം വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? ഒരു സംശയിക്കില്ല. അതായത് മനസ്സറിഞ്ഞിട്ട് ഓരോരാളെ തെറ്റുകുറ്റം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിവേകമായി വോട്ട് ചെയ്യുന്ന കൂട്ടർക്ക്. പിന്നെ സാറേ, ഒന്ന് പറഞ്ഞോട്ടെ, അതായത് ഈ അൻവർ തൃണമൂൽ കോൺഗ്രസിലെ TMCയിൽ നിന്ന് ഔദ്യോഗികമായി അംഗത്വം എടുത്താൽ നിലവിലെ അൻവറിന് സിറ്റിംഗ് MLA പദം രാജിവെക്കണമെന്നാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അല്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെട്ട് 5 വർഷം മത്സരിക്കാൻ സാധ്യമല്ല. അത് അല്ലെങ്കിൽ അദ്ദേഹം UDFന് വേണ്ടിയിട്ട് മാറി നിന്നല്ല. അതായത് ആ ഓൺ ദ സ്പോട്ട് റെക്കഗ്നൈസ് അഫിലിയേറ്റ് ചെയ്ത് ആ പാർട്ടിയിൽ നിന്ന് അയാൾ അംഗത്വം എടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു പാർട്ടിയിൽ ചെയ്യാൻ കഴിയില്ല. അതാണ് രാജിവെച്ച് മറ്റ് കോൺഗ്രസിന് വേണ്ടിയിട്ടോ UDFന് വേണ്ടിയിട്ടോ മാറ്റിവെച്ച്. ഇനിയും കോൺഗ്രസ് സ്ട്രെങ്ത് ആയിട്ട് നാഷണൽ പാർട്ടി ഇനി യൂണിറ്റി സ്ട്രെങ്ത് ഐക്യമത്യ മഹാബലായിട്ട് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഫ്യൂച്ചർ കേന്ദ്രവും കേരളവും എല്ലാം ഭരിക്കേണ്ട രീതിയിൽ മുന്നോട്ട് പോയി ഒത്തൊരുമയോടുകൂടി ചേർന്ന അവർക്കൊരു നല്ലൊരു പ്രൈസ് കിട്ടും. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ എലിയാസ് കൂടി എന്നോടൊപ്പം ചേരുന്നു. എലിയാസ് എറണാകുളത്താണ് വിളിക്കുന്നത്. എലിയാസ്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വളരെ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇവിടെ അൻവറിന്റെ എനിക്ക് തോന്നുന്നത് ശ്രീ ഏലിയാസിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയും രംഗത്തുണ്ട്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ വളരെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന തരത്തിലാണ് BJP പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവായ മോഹൻ ജോർജ് അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തുകയും പിന്നീട് അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്, ജോസഫ് ഗ്രൂപ്പിലെ അംഗമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. പിന്നീട് BJPക്കൊപ്പമാണ് താൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നും നേരത്തെ അദ്ദേഹം പറയുകയാണ്. അത് പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉയർന്നിരുന്നു. അപ്പോൾ പല പാർട്ടികളിലും സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം ഉയരുകയാണ്. അൻവറുമായി ഇങ്ങനെ ആയിരുന്നില്ല പോകേണ്ടത് എന്ന് UDFിൽ ഒരു വിഭാഗമെങ്കിലും കണക്കാക്കുന്നുണ്ട്. ലീഗിൽ ചില അതൃപ്തികളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് CPM
അവരുടെ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് പലയിടങ്ങളിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് അതിനൊക്കെ അപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു. UDF അവരുടെ നിലപാട് വളരെ കൃത്യമാണ് എന്ന തരത്തിൽ ആര്യടൻ ഷൗക്കത്തിനെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നു. BJP ഒരു അപ്രതീക്ഷിതമായി BJDSന് സീറ്റ് നൽകുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് മാറി അവരും അവരുടേതായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു. മത്സരത്തിനില്ല എന്ന് പറഞ്ഞ അൻവർ താൻ മത്സര രംഗത്തുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധി മാറ്റങ്ങൾ കലങ്ങി മറിയുകയാണ് നിലമ്പൂർ എന്ന് നമുക്ക് വ്യക്തമാകുന്ന തരത്തിൽ അവിടെ വരികയാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. കേൾക്കാമോ? അനിയൻകുട്ടൻ വലിയ വിജയപ്രതീക്ഷയിലാണ് UDF എന്ന് കരുതുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അവിടെ ഈ വോട്ട് കച്ചവടം നടക്കുന്നു എന്നാണ് KT ജലീൽ പറയുന്നത്. അങ്ങനെ വോട്ട് കച്ചവടത്തിന്റെ എന്തെങ്കിലും സാധ്യത അനിയൻകുട്ടന് തോന്നുന്നുണ്ടോ? അവിടെ വോട്ട് കച്ചവടം ചിലപ്പോൾ ഒരു ചെറിയ ധാരണയുണ്ട്. ഈ പിണറായി വന്ന പിന്നെ ചെറിയൊരു വോട്ട് കച്ചവടം നടക്കും. ഇപ്പം തന്നെ അവരുടെ ജില്ലാ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു കേട്ടോ. ഇപ്പം പരസ്യമായിട്ടല്ലേ, രഹസ്യമായിട്ടാണ് പറയുന്നത്. അതെല്ലാം കോൺഗ്രസിന് പോകാമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ പിണറായി, ഈ MP ഗോവിന്ദനൊക്കെ പറഞ്ഞിട്ടിരിക്കും. ഇപ്പോൾ അവർ പരസ്യമായിട്ട് വിളിച്ച് പറയാം, ഇല്ല നാളെ നിങ്ങളല്ലേ ചോദിക്കരുത്, നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയോ നിങ്ങൾ താങ്കൾ വോട്ട് മേടിച്ചെന്ന് രഹസ്യമായിട്ട് പറയരുത്. അതിന് ഞങ്ങൾ പരസ്യമായിട്ട് ചോദിക്കും. ഇന്ന് നിങ്ങളുടെ നമ്മുടെ ന്യൂസ് ചാനലിൽ വന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. യഥാർത്ഥമായിട്ട് ഈ ജലീലല്ല, ജലീലിൻ്റെ കുറേ ആളുണ്ട്. ആരാന്നറിയോ? KT ജലീൽ. ഇതിനകത്ത് വന്ന് നിന്ന് പോയത്, ഈ കമ്മ്യൂണിസ്റ്റിൽ വന്ന് പോയത് ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് ഇപ്പോൾ KT ജലീൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയല്ല ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഇത്. ലോക മുതലാളിമാരെയും പൗരപ്രമുഖരെയും ചൈനീസ് ജീവൻ രക്ഷാപ്രവർത്തകരെ ഇന്ന് ചാനലുകളുണ്ടോ? കോൺഗ്രസ് നമുക്ക് അടുത്തൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി. സാർ നമസ്കാരം. നിലമ്പൂരിലെ ചൂട് മഞ്ചേരിയിൽ അടിക്കുന്നുണ്ടോ ശ്രീ മുഹമ്മദ്? സാർ, നിലമ്പൂരിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട് മഞ്ചേരിയിൽ അനുഭവവേദ്യമാകുന്നുണ്ടോ? ഇല്ല, അത്രക്കൊന്നുമില്ല. എങ്കിലും കൂടി ഇല്ല. ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്ന പോലെ വലിയ പോരാട്ടമൊന്നും ഇല്ലേ? വലിയ പോരാട്ടമൊന്നുമില്ല. അതൊന്നുമില്ല. ഒന്നാമത് മഴ ആയതുകൊണ്ടാ. ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന ആളാണ് മുഹമ്മദ് മഞ്ചേരി എന്ന് എനിക്കറിയാം. അത് മംഗലേറ്റോ അത് കൂടുതൽ തിളങ്ങുകയാണോ ആ പ്രതീക്ഷ? അല്ല, മംഗലേറ്റില്ല, യാതൊരു പ്രശ്നമല്ല. അത് പിന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും നമ്മളെ സ്ഥാനാർത്ഥി. പിന്നെ ഇപ്പൊ ഈ ഇടക്ക് വെച്ചിട്ട് ഈ പിന്നെ ഈ വിധവകൾക്കും അച്ഛനും കൊടുക്കണ പൈസ അത് കൈക്കൂലിയാന്ന് പറഞ്ഞു വേണുഗോപാൽ. ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അത് കിട്ടിയിട്ട് എന്തെല്ലാം ആൾക്കാർ ഇവിടെ കാടി കൂട്ടുന്ന പൈസക്കും വേണ്ടിയിട്ട്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രാധാന്യമില്ലാത്തതാണ് എന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും ആ നിലപാടിലാണോ? നമസ്കാരം സാർ. നമസ്കാരം. ഇതിനെന്ത് പ്രാധാന്യം സാർ? അവര് ഇന്ത്യ മുന്നണിയല്ലേ സാർ? ഇത് പൊതുജനത്തിന്റെ കീശ കാലിയാക്കാനുള്ള ഒരു പണി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ KT ജലീൽ സാർ പറയുന്നത് വോട്ട് കച്ചവടം നടക്കുന്നുണ്ട്. വോട്ട് കച്ചവടം ആരുമായിട്ടാണ് നടക്കുന്നത്? ഇവര് തമ്മിൽ എന്തിനാ വോട്ട് കച്ചവടം? ഇവരൊരു മുന്നണിയല്ലേ സാർ? ഇവര് കേരളത്തിൽ അധികാര ആൾക്കാർക്ക് വീതം വെക്കാൻ വേണ്ടിയുള്ളൊരു മൽപ്പിടുത്തം മാത്രമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഞാൻ ശ്രീ ബാലകൃഷ്ണ വടകരയോട് വീണ്ടും ചോദിക്കാം. നമ്മൾ മുമ്പും ഇങ്ങനെ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് അവിടെ ഒരു BJP സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പ്രതിപാദിച്ചില്ല എന്ന് പറഞ്ഞ് ചേലക്കരയിൽ അങ്ങ് വലിയ എന്നോട് പിണങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അങ്ങക്ക് വലിയ പ്രതീക്ഷയുണ്ടോ ഈ നിലമ്പൂരിൽ? നിലമ്പൂരിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA മുന്നണിക്ക് വിജയ സാധ്യത ഇല്ലാന്ന് ഏത് കൊച്ചുകൊഞ്ഞിനും പറയാം. പക്ഷേ 10 മടങ്ങ് വോട്ട് അവിടെ വർദ്ധിപ്പിക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നുവെന്ന് ശ്രീ ബാലകൃഷ്ണൻ വടകര കരുതുന്നുണ്ടോ? അതിലൊന്നുമില്ല സാർ. നേതൃത്വം ശക്തമായി ആലോചിച്ചെടുക്കുന്ന തീരുമാനം. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അതിനൊരു എതിർ ശബ്ദമൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. അൻവർ ഇടതുപക്ഷത്ത് നിന്നിട്ടാണ് ജയിച്ചിട്ട് MLA ആയത്. അങ്ങനെയാണെങ്കിൽ ആർജവുണ്ടെങ്കിൽ അദ്ദേഹം ഞാൻ റിട്ടയർഡ് ആയ പെൻഷൻ മേടിക്കൂല ഇടതുപക്ഷത്തിന്റെ വിജയത്തിൽ നിന്നൊന്ന് പ്രഖ്യാപിക്കണം. അദ്ദേഹം ശങ്കൂറ്റുള്ള ഒരാളാണെങ്കിൽ
കാരണം അദ്ദേഹം വലിയ പൈസക്കാരനാണെന്ന് അറിയപ്പെട്ടത്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ജയിച്ചിട്ടുള്ള പെൻഷൻ ഉണ്ടല്ലോ, MLA പെൻഷൻ 2 വർഷം കഴിഞ്ഞല്ലോ ഇപ്പോ, അത് മേടിക്കാതിരുന്നാലാണ് അൻവർ ചങ്കൂറ്റയുടെ നേതാവാണ്. അൻവർ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. നിലമ്പൂർ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിലമ്പൂർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ ബാലകൃഷ്ണൻ പടകരൻ നിലമ്പൂരിൽ ആര് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? അത് ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കും. അതിനെന്ത് പ്രസക്തി? അത് ഇന്ത്യ മുന്നണി, അതിനൊരു പ്രസക്തിയില്ല. ഇവിടുത്തെ ജനം കഴുതയാവുമല്ലേ? കേരളത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. 19 കൊല്ലം അവർ തന്നെയല്ലേ മാറിയും മറിഞ്ഞും ഭരിച്ചത്. ഇവിടുത്തെ വികസനത്തിന്റെ കാര്യം എന്താണെന്നറിയോ? കേരളം 1ാം നമ്പറാണെന്ന് പറയുന്നത്. അല്ല, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ അവിടെ ഇന്ത്യ മുന്നണി 2ആയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അങ്ങ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിഭാഗങ്ങൾ, അതിൽ ആര് ജയിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? അതിൽ ആര് ജയിച്ചാലും കണക്കാക്കാൻ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. BJP ജയിക്കില്ല. സോറി, BJP ജയിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി 10 മടങ്ങ് വോട്ട് വർദ്ധിച്ചു നിലമ്പൂർ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സാർ. കേരളത്തിന്റെ വികസനം എന്നെ പോലുള്ള ചെറുപ്പക്കാർ മണകാരണ്യത്തിൽ പോയി ചോര നീരാക്കി കൊണ്ടുപോയതിന്റെ വികസനത്തിന്റെ പവറാണ്. അല്ലാതെ ഇവിടെ ആരും ഭരിച്ചിട്ടില്ല. അങ്ങനെ CPM ഭരിച്ചിട്ടാണെങ്കിൽ ബംഗാളിൽ വികസനം വേണം, കോൺഗ്രസ് ഭരിച്ചിട്ടാണെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വേണ്ടിയിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ വികസനം ആരതുമല്ല, മണകാരണ്യത്തിൽ പോയി യുവാക്കള് ചോര നീരാക്കി വന്നതിന്റെ പവറാണ്. അല്ലാതെ ആരും ക്രെഡിറ്റ് അടിക്കണ്ട. ഓക്കെ, യെസ്, അതാണ്. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോവാം. ശ്രീമതി ജയ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളത്തിലുടനീളം ചർച്ചയാവുകയാണ്. ഒരു വാശിയേറിയ മത്സരം നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ വാശി മാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ തങ്ങൾ വളരെ ദൂരം മുന്നിലാണെന്ന് UDF പറയുന്നു. അതേസമയം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ആവേശം ഇരട്ടിയായി എന്ന് MV ഗോവിന്ദനും പറയുന്നു. ശ്രീമതി ജയയ്ക്ക് ഇത് നോക്കിക്കാണുമ്പോൾ എന്ത് തോന്നുന്നു? നമസ്കാരം മനു. നമസ്കാരം. എവിടെ പോയിരുന്നു ഇത്രയും നാള്? കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ഞാൻ ഇടയ്ക്കൊരു ചെറിയ പനിയൊക്കെ ആയി കിടപ്പിലായി പോയി. പക്ഷേ കുറവുണ്ടോ ഇപ്പം? കുറവുണ്ട്. ഞാൻ പറയട്ടെ, പോയിന് അൻവർ എന്നുള്ള ഹെഡിങ്ങിന്റെ കാര്യം ഞാൻ പറയട്ടെ. അൻവർ ഒന്നും ചെയ്യാനില്ല മനു. അൻവർ ഇങ്ങനെ ഉഡായിസൊക്കെ കാണിച്ച് നിൽക്കുമെന്നല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. ഇപ്പം 10 പേര് ഒപ്പിടേണ്ടെന്ന് 8 പേര് ഒപ്പിട്ട് കൊടുത്ത് പത്രിക തള്ളിയെന്ന് നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ടല്ലോ. തന്നെയുമല്ല, UDFനാണ് അവിടെ ഒരു വിജയ പ്രതീക്ഷ ഉള്ളത്. BJPക്കാർക്ക് ആളില്ലാഞ്ഞിട്ട് കേരള കോൺഗ്രസിന്റെ എങ്ങാണ്ട് ഒരാളിനെ വലിച്ചോണ്ട് വന്ന് നിർത്തി. അതിന് മുന്നേ അവര് കോൺഗ്രസിന്റെ ഒരു ലേഡിയെ പോയി ചാക്കിട്ട് അവര് പക്ഷെ പറഞ്ഞില്ല, ഞാൻ നിക്കത്തില്ലെന്ന് പറഞ്ഞു. VV പ്രകാശന്റെ വീട്ടിൽ അൻവർ പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ വോട്ട് ചോദിക്കുന്ന അവിടുന്നാണ്. അപ്പൊ അവര് പറഞ്ഞു ഇല്ല, ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമായിരിക്കും. ഇതൊക്കെയാണ് ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. നീ നാളെയും മറ്റന്നാളും കൊണ്ട് ഇത് ആരൊക്കെ പിൻവലിക്കുവോ, എന്തെങ്കിലുമൊക്കെ അടിയറച്ച് ഇതൊക്കെ കാണുമോ എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം മനു. അപ്പൊ UDF ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയിലാണ് ചേച്ചിയുള്ളത് അല്ലേ? ഉറപ്പായിട്ടും എനിക്ക് അങ്ങനല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ. ശരി, ഓക്കെ, യെസ്. ഏതായാലും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ ആവേശത്തിലാണ് അവിടുത്തെ ആളുകൾ. തിരഞ്ഞെടുപ്പ് പ്രചരണവും ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് മോഹൻദാസ്. ശ്രീ മോഹൻദാസ് ആലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻദാസ്. നമസ്കാരം മനു. നമസ്കാരം. പനി മാറിയപ്പോഴേ ഞാൻ ഒരു കോംപ്ലിമെന്റ് പറയട്ടെ. ഒത്തിരി സുന്ദരനായിട്ടുണ്ട് കേട്ടോ. പനി സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. മനുവിന് മാത്രം, എക്സ്ക്ലൂസീവ്ലി ഫോർ മനു. അല്ലാതെ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു, ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനൊരു വയസ്സനല്ലേ. അപ്പൊ വേറെ ഇതില് ഈ KT ജലീൽ ഇതുവരെ ഏതോ ഒരു ഭാഗത്ത് ഈ കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ഒരു ത്രികാലജ്ഞാനിയെ പോലെ ഒരു സാധനം പറയുമ്പോ ഇവിടെ കേരളത്തിലെ ജനങ്ങള്, നിലമ്പൂർ ജനങ്ങള് പൊട്ടന്മാരാ. പിന്നെ ഈ അൻവയറിന് ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം ഇല്ലേ. പിന്നെ ഇത് UDFന് നല്ലൊരു മൈലേജ് കിട്ടേണ്ടതായിരുന്നു. ഈ അൻവയറിന്റെ പിന്നാലെ കൂടി നടന്നിട്ട് അതിനെ വെറുതെ കൊളവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതേപോലെ LDF ഒറ്റക്കെട്ടായിട്ട് ഇവര് ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റക്കിട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ സംഭവം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ LDFകാരനൊന്നുമല്ല, ഞാൻ നേരത്തെ മനുവിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ രാമായണത്തിലെ ബാലിയാണ്. അതായത് എതിരാളികളുടെ ശക്തര പകുതി ഈ ബാലിക്ക് കിട്ടും. അതാണ് ഇത്രയും കാലം ഉള്ളത്. പിന്നെ ഈ കൃഷി മുഖാന്തരം വന്ന അവർ ക്ലിഫ് ഹൗസ് ഒരു എതിരാളികൾ അവിടെ കടന്നു ചെല്ലില്ല.
അതാണ് സംഭവം. പിന്നെ ആന്റി ഇൻകുംബൻസി മുതലെടുക്കാൻ ഇവർക്ക് സഹായിക്കുന്ന വെച്ചാൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ ഈശ്വര? യെസ്, വ്യക്തമാണ്. ഏതായാലും ശ്രീ മോഹൻദാസിൻ്റെ ആ പ്രതികരണം കേട്ടപ്പോൾ എനിക്കൊരല്പം സന്തോഷമൊക്കെ തോന്നി. ഞാൻ വിചാരിച്ച പനിയൊക്കെ പിടിച്ച് ഞാൻ ആകെ തളർന്ന അവസ്ഥയിലാണെന്നാണ്. ഏതായാലും പ്രേക്ഷകരുടെ ഇത്തരം പ്രത്യേകിച്ച് ശ്രീ മോഹൻദാസിൻ്റെ, അദ്ദേഹം എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ വലിയ ഊർജ്ജമാണ് നൽകുന്നത്. തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അല്ലേ? മുഹമ്മയിൽ നിന്നാണ് അല്ലേ? കുറെ കൂടി അപ്പം ഞാൻ ആലപ്പുഴ എന്ന് കേട്ട ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ ശബ്ദം കേട്ടാൽ ഇപ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരെ എല്ലാം തിരിച്ചറിയാൻ പറ്റും. എന്ന് പറഞ്ഞിട്ട് മാഡത്തിന് മനസ്സിലായില്ല. അപ്പോഴാണ് എന്നോട് ചോദിച്ചത് ജില്ല ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലപ്പുഴയാണെന്ന് പറഞ്ഞു. അത് ശരി. പക്ഷേ എനിക്ക് ഈ ശബ്ദം കേട്ടാൽ പലരും എന്നെ ഒരിടയ്ക്ക് ഒരു പ്രേക്ഷകൻ എൻ്റെ പേര് മാറ്റി വിളിച്ച് പരീക്ഷിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പേര് മാറ്റി വിളിക്കാൻ പറ്റത്തില്ല സാർ, നമ്മള് കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചു പോയില്ലേ. അതെ. അല്ല, ഒരാൾ എന്നെ ഈ പൊതുവേദിയിൽ പേര് മാറ്റി വിളിച്ച് പരീക്ഷിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു. കാരണം ഞാൻ ആളുകളുടെ ശബ്ദം വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ശബ്ദം സംഗീതമാണെന്ന് പറഞ്ഞ പോലെ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ശ്രീ അതായത് എനിക്കറിയാം തങ്കച്ചൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. തങ്കച്ചൻ അവിടെ പക്ഷേ നിലമ്പൂരിൽ ഇടതുമുന്നണി ജയിക്കുമെന്നൊരു പ്രതീക്ഷയിലുള്ള ആളാണ് അല്ലേ? അതെ അതെ, നമ്മള് ഇടതുമുന്നണി ജയിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എത്ര വോട്ടിന് ജയിക്കുമെന്നാണ് തങ്കച്ചൻ കരുതുന്നത്? 10,000 മേളിൽ പോയാൽ 10,000 താഴെ വോട്ടുകൾക്ക് സ്വരാജ് ജയിക്കും. സത്യസന്ധമായി പറയണം, നമ്മൾ വീണ്ടും കാണേണ്ടവരാണ്. പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് അങ്ങ്. ഞാനും ഇവിടെ ഭൂരിപക്ഷത്തോടുകൂടി സ്വരാജ് അവിടെ ജയിക്കും. അപ്പോൾ നമുക്ക് 23-ാം തീയതി കഴിഞ്ഞ് ശ്രീ തങ്കച്ചൻ വിളിക്കും, ഞാൻ ഇത് ചോദിക്കും. 5-ാം തീയതി പറയാൻ പറ്റുള്ളൂ സാറേ. അൻവറിന്റെ കാര്യം 5-ാം തീയതി പറയാൻ പറ്റുള്ളൂ. 5-ാം തീയതി 6 മണി കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ. ആളുണ്ടാവുക മത്സരരംഗത്തുനിന്ന് അല്ലേ? മത്സരരംഗത്തുണ്ടാവുമെന്ന്. കാരണം പിന്നെ KPCC പ്രസിഡന്റും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞു ഇനി അൻവറിന്റെ പക്ഷേ പിന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് ഇന്നും പറഞ്ഞിട്ടുണ്ട് അൻവറുമായിട്ട് ചർച്ച നടത്താൻ പുള്ളി തീരുമാനിച്ചിരിക്കേ. അപ്പൊ ഇതെന്താണ്, രാവിലെ വെല്ലുവിളിയും രാത്രി കാലുപിടിയുമാണെന്ന് പറയുന്നതിൽ കഴമ്പുണ്ടെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇവർ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരല്ലേ സാറേ? തലമുണ്ടിട്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെന്ന്. ഇന്ന് സാറേ KC വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് പറയുന്ന ഒരു പിന്നെ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പാർലമെന്റ് മന്ത്രിയായിട്ടിരുന്ന ആളാണ്. ഇത്ര വിവരക്കേട് പറയാൻ പറ്റുമോ സാറേ? കാലാകാലങ്ങളിൽ കൊടുത്തിട്ടിരിക്കുന്നതല്ലേ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കൊടുത്തിട്ടില്ലേ? പ്രകാശ് കെ കരുണാകരന്റെ കാലഘട്ടത്തും കൊടുത്തിട്ടില്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കോ ഇത്ര ഒരു വിവരക്കേട് പറയാൻ പറ്റുമോ സാറേ? 64 ലക്ഷം പേര് ശരി, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നും കൂടി കാണണം ശ്രീ തങ്കച്ചൻ. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, രാജേഷിൻ്റെ വാക്കുകൾ പൊതുവേദി കുറേ കൂടെ ഗൗരവത്തിലെടുക്കുക. കാരണം രാജേഷ് നിലമ്പൂർകാരനാണ്, അവിടുത്തെ രാഷ്ട്രീയം കുറേ കൂടി ആഴത്തിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. രാജേഷ്, ഈ നിലമ്പൂരിലെ ചിത്രം നമസ്കാരം. അപ്പോൾ നിലമ്പൂരിലെ ചിത്രം തെളിഞ്ഞു. ഇടതുപക്ഷം ജയിക്കുമെന്ന വലിയ പ്രതീക്ഷയുള്ള ആളാണ് രാജേഷ് എന്ന് എനിക്കറിയാം. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഫീൽഡിലുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സ്വരാജ് കാൻഡിഡേറ്റിനാണ് സാധ്യത ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത്. ഞാൻ അന്ന് ഇതിനു മുമ്പ് വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻവർ മത്സരിക്കുമെന്നുള്ളത്. അൻവർ ഉണ്ടാകും എന്ന് രാജേഷ് അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ അന്ന് പക്ഷേ കരുതിയത് അൻവർ ഉണ്ടാകില്ലെന്നാണ്. ഇല്ലല്ല, ഒരിക്കലും അൻവർ ഉണ്ടാവുമെന്നുള്ളത് നമുക്കറിയാം. നമ്മളത് ഇവിടുത്തെ നിലമ്പൂരിന്റെ പൾസ് അറിയുന്നതുകൊണ്ടാണ് അന്ന് തന്നെ പറഞ്ഞത് അൻവർ മത്സരിക്കും. ഇപ്പൊ ഈ രാജേഷിന്റെ ആദ്യത്തെ പ്രവചനം ശരിയായിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രവചനമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അൻവർ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതും നമ്മൾ അന്ന് തന്നെ നമുക്ക് ഒരു താല്പര്യമുണ്ട്. കാരണം അൻവർ മത്സരിക്കാൻ അവിടെ ആഗ്രഹിച്ച ചിഹ്നം ഓട്ടോറിക്ഷയാണ്. കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടും അതിനു മുമ്പും മത്സരിച്ചത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് അൻവർ അവിടെ മത്സരിച്ചത്. പക്ഷെ ഇത്തവണ അത് അൻവറിന് കിട്ടില്ല. കാരണം അത് PJ ജോസഫ് വിഭാഗത്തിന് അത് ഒഫീഷ്യലായിട്ട് കൊടുത്ത ചിഹ്നമായതുകൊണ്ട് ആ ചിഹ്നം അൻവറിന് ലഭിക്കില്ല.
അൻവർ ആ ഒരു ചിഹ്നത്തിൽ മത്സരിക്കാനായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി നിലവിൽ കത്രികയ്ക്കാവും അൻവർ കൂടുതലായിട്ട് പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ, കാരണം UDF-ന്റെ വോട്ടും LDF-ന്റെ വോട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൻവർ സ്വതന്ത്ര ചിഹ്നത്തിന് തന്നെ താല്പര്യപ്പെട്ടത്. അല്ലെങ്കിൽ അൻവറിന് ആദ്യമേ അറിയാം ഈ പത്രിക തള്ളിപ്പോകുമെന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അൻവർ ആ 2 പത്രികയും സമർപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ തന്ത്രപരമായ നീക്കമായിരുന്നു എന്നാണ് രാജേഷ് പറയുന്നത്. ഓ തീർച്ചയായും. ആ തന്ത്രം ഇത് എന്ത് ഫലമുണ്ടാക്കും തെരഞ്ഞെടുപ്പിൽ? ഒരു 10,000-നും 12,000-നും ഇടയിലുള്ള വോട്ട് പിടിക്കും അൻവർ, ഒരു സംശയവും വേണ്ട. കാരണം അത് പോവാൻ പോകുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും. അൻവറിന്റെ സ്വാധീനം അത് പണ്ട് മുതലേ അൻവറിന് സ്വാധീനം ഉണ്ടായിരുന്നത് ഈ കോൺഗ്രസ് വിഭാഗത്തിലാണ്, അവിടുത്തെ ഗ്രൂപ്പിസത്തിലാണ്. അതിലാണ് അൻവർ ഇപ്പോഴും പ്രതീക്ഷ ഉള്ളത്. VS ജോയി പക്ഷം, അതേപോലെ BV പ്രകാശിന്റെ ഒരു വിഭാഗം, ഇത്തരം മേഖലകൾ ഈ ഷൗക്കത്ത് പിന്നെ ലീഡ് ചെയ്യും. എവിടെയെന്നറിയോ? നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഷൗക്കത്ത് ലീഡ് ചെയ്യും. മറ്റുള്ള 6 ഇടങ്ങളിലും ലീഡ് ചെയ്യാൻ ഷൗക്കത്തിന് കഴിയില്ല. മറ്റുള്ള ഇടത്തെല്ലാം ലീഡ് വരിക, ചെറിയ വോട്ടിനാണെങ്കിലും ലീഡ് ചെയ്യുക എം സ്വരാജ് ഇത്തവണ. അല്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് കുറെ മറ്റ് സ്ഥലങ്ങളിലെ ഒരു കുറവിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു ലീഡായിരിക്കുമോ? കഴിയില്ല. ആ ലീഡിനെ മാത്രം കൊണ്ട് അവിടെ അതിജീവിക്കാൻ കഴിയില്ല. മറ്റുള്ള 6 പഞ്ചായത്തിന്റെ ലീഡിനെ ഇതാക്കാൻ കഴിയും. കാരണം മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ ഒരു എഡ്ജ് മാത്രമേ ഷൗക്കത്തിന് ഉണ്ടാവുള്ളൂ. മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ള ഒരു എഡ്ജ് മാത്രം. ആ എഡ്ജിനെ മറ്റുള്ള 6 പഞ്ചായത്തിലുള്ള ഇതുകൊണ്ട് നമ്മുടെ സ്വരാജിന് മുന്നിട്ട് നിൽക്കാൻ കഴിയും. എങ്ങനെ പോവുകയാണെന്ന് വെച്ചാലും ഒരു 5,000 to 9,000 ഇതിന്റെ ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം ഷുവറാ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ആദിത്യ രാജേഷിൻ്റെ പ്രവചനം ശരിയായിരിക്കുന്നു. ഇനിയും രാജേഷ് കുറേ കൂടെ പ്രവചനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം രാജേഷ് എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന്. അപ്പോൾ അടുത്ത നമ്മുടെ പ്രേക്ഷകൻ ചേരുന്ന അഹമ്മദ് ബാവയാണ്. അഹമ്മദ് ബാവ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. മലപ്പുറത്തെ നമ്മുടെ യെസ് എൻ്റെ പ്രിയപ്പെട്ട അഹമ്മദ് ബാവ, താങ്കൾ കുറേ ആയല്ലോ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. കാടാമ്പുഴയിലെ അഹമ്മദ് ബാവയെ മറക്കാൻ കഴിയില്ല. കുറേ ആയി പക്ഷേ പൊതുവേദിയെ ഓർത്തിട്ടല്ലേ? നമസ്കാരം. ഞാന് മിക്ക ദിവസങ്ങളിലും ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നതിന്റെ പൊന്നു സാറേ. കിട്ടുന്നില്ല അല്ലേ? നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഇത് കിട്ടുന്നില്ല എന്നതിന്റെ എന്ന് കരുതിയിട്ടാണ് ഇത് 1 മണിക്കൂർ ആക്കിയത്. പക്ഷെ എന്നിട്ടും ആളുകൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി. എനിക്കൊരു റിക്വസ്റ്റ് അല്ല, ഇതിനെന്താ ഇംഗ്ലീഷ് പറയാ, അമ്പിളി റിക്വസ്റ്റോ. പിന്നെ ഒരു അരമണിക്കൂറും കൂടി ഇത് കൂട്ടാൻ പറ്റൂല എന്നുള്ള ചോദ്യം ചോദിക്കാണ്. അതെ, നമുക്ക് പൊതുവേദിയുടെ സമയം ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്കും തോന്നുന്നത്. പല ആളുകൾക്കും ഇതൊരു നല്ല പ്രോഗ്രാമാണ്. ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറയല്ല, നല്ല ഒരു നമുക്ക് കുറെ ആളുകളുടെ സംസാരങ്ങളും ഇതും ഒക്കെ കേട്ടിട്ട് പലതും പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അതിരിക്കട്ടെ. പിന്നെ അവിടെ അൻവറോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ ഇതൊന്നുമല്ല. ലീഡിനെ പറ്റി ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു, പാലക്കാട് ഇതിനേക്കാളും വലിയ കണക്കൂട്ടലൊക്കെ കണക്കുകൂട്ടിയതല്ലേ. ഇത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്രത്തോളം ജനദ്രോഹപരമായിട്ട് ഇപ്പൊ അടുത്തൊരു വാർത്താ സമ്മേളനത്തിന്റെ ഈ കഴിഞ്ഞതല്ല, അതിന്റെ മുന്നത്തെ വാർത്താ സമ്മേളനത്തിന് ആശാ വർക്കർമാരെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല, എനിക്കതിന് നേരമില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണുള്ളത്. ഈ ഭരണത്തിന്റെ ദുഷ്ചെയ്തികൾ മാത്രം മതി നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന് കൽപ്പിക്കുന്നത് അല്ലേ? ഗവൺമെന്റിന്റെ ഈ ചെയ്തികള് എല്ലാ സ്ഥലങ്ങളിലും പരാജയം. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെ എങ്ങനെ ജനങ്ങൾ ഈ ഗവൺമെന്റ് പൊന്നു സാറേ, ഇതില് സമയമില്ല എന്നാലും ഞാൻ പറയട്ടെ. ഇപ്പൊ അടുത്തൊരു മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവിയായ ഒരു KSRTC കണ്ടക്ടർ എന്നോട് പറഞ്ഞത് ഞാൻ പിണറായി ഗവൺമെന്റിന് എതിരില്ലെന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് കള്ളവോട്ട് അത് നിയമപരമായി തെറ്റല്ല, അതിനെനിക്ക് ശിക്ഷ കിട്ടിയാലും വേണ്ടില്ല. അത്രത്തോളം ദുഷ്ചെയ്തികൾ, അതാണ് അവിടെ ചർച്ചയാകുക, അതാണ് വോട്ട്. ശരി, എനിക്ക് തോന്നുന്നു താങ്കൾ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. അതെല്ലാം നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഷിജു എന്നോടൊപ്പം നേരത്തെ ചേർന്നിട്ടുണ്ട്. സുഖമാണോ, മഴയുണ്ടോ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയ മഴയില്ല, മഴയ്ക്കൊരു ചെറിയ ശമനം ഉണ്ട് തിരുവനന്തപുരത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം പറയുന്നു. നമസ്കാരം സുനിൽകുമാർ. അൻവർ നിലമ്പൂർ ഈ ചർച്ച കുറേ ദിവസമായി തുടങ്ങിയിട്ട് കേട്ടുമടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ,
നിലമ്പൂരിലാണല്ലോ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ വാർത്തകൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പൊതുവേ അത് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് സംഭവങ്ങളും വാർത്തകളും നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നു. ജയകുമാറും എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ജയകുമാറിനും നമസ്കാരം പറയുന്നുണ്ട്. അൻവറിൻ്റെ നാമനിർദ്ദേശിക പത്രിക തള്ളുന്നത് വരെ ന്യൂസ് 18 കൂടെ നിന്നു എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ നമ്മളെല്ലാവരുടെയും കൂടെയാണ്, ആരുടെയും കൂടെ ഇല്ലാതില്ല. ഓക്കെ. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം മനു എന്ന് പറയുന്നു. ദിസ് ഇലക്ഷൻ ഇസ് വേസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഓൺലി ഫോർ ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെറിയൊരു കാലത്തേക്കുള്ള ഒരു MLA ആണെങ്കിൽ കൂടിയും ഓരോ വോട്ടിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അതായത് കുറച്ച് കാലത്തേക്കാണ് അതൊരു നഷ്ടമാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. സതി ബാബുരാജ് പക്ഷേ ഇത് ആവശ്യമില്ലാത്തതാണ് എന്നാണ് കരുതുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ലണ്ടനിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് പറയുന്നു, മനു നമസ്കാരം, 2 സ്ഥാനാർത്ഥികൾക്കും പാളയത്തിൽ ശത്രുക്കളുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അപ്പോൾ ഈ ബ്ലൈറ്റി ഡേയ്സിനെയൊക്കെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. കാരണം ലണ്ടനിലിരുന്ന് നിലമ്പൂരിൽ എന്ത് നടക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ഒരു സവിശേഷതയാണ്. നമുക്ക് രാഷ്ട്രീയം അത്രമാത്രം താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം പറയുന്നത് 2 സ്ഥാനാർത്ഥികൾക്കും പാളയത്തിൽ തന്നെ ശത്രുക്കളുണ്ട്. പ്രത്യേകിച്ച് ഷൗക്കത്തിന് അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പത്തിൻ്റെ ഫലത്തെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബ്ലൈറ്റി ഏതായാലും UK-യിലിരുന്ന് പൊതുവേദി കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് ആരോഗ്യ മേഖലയിലുള്ളവർക്ക് അവരുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു പനി വന്നപ്പോൾ ഞാനും അല്ലെങ്കിലും എനിക്കറിയാം, പക്ഷേ അത് കൂടുതൽ അടിവരയിടുന്നതിന് ഉറപ്പായി. അപ്പോൾ അതോടൊപ്പം തന്നെ അവർക്കെല്ലാം പൊതുവേദിയുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. കാറ്റ് കിറ്റ് എന്നോടൊപ്പം സിംഗപ്പൂരിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ് കാറ്റ് കിറ്റ്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കണ്ണനാണ്. കണ്ണൻ നമസ്തേ സാർ. നമസ്കാരം കണ്ണൻ. ഈ നിലമ്പൂരിൽ നിന്ന് കണ്ണൻ എന്താണ് ഉറ്റുനോക്കുന്നത്? ആര് ജയിക്കും അവിടെ? സാറേ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബഹുമാന്യനായ അൻവറിന് രാഷ്ട്രീയത്തിൽ വെറും ശിശുവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയത്തില്ല. അതാണ് ഈ ഒരു നിലപാടൊക്കെ സ്വീകരിച്ചത്. പിന്നെ അതെ സാർ, അത് ഇപ്പൊ മറ്റു പാർട്ടിക്കാരുടെ ഇതുകൊണ്ടാണ് അദ്ദേഹം MLA ആയത്. അപ്പം പിന്നെ ഇത് ഇപ്പൊ തീരുമാനമെടുക്കുന്നതിൽ അയാൾ ആര്യാടൻ മോഹനെ പോലെ ഒരു രാഷ്ട്രീയ രംഗത്തെ ഭയങ്കരനായ ഒരാൾ നിന്ന് അടിത്തറ പാകിയ മണ്ഡലമാണ് പിന്നീട് UDF-ൽ നിന്ന് അൻവർ പിടിച്ചെടുത്തത്. അപ്പൊ അത് കോൺഗ്രസിലെ തമ്മിത്തല്ലും ഈ LDF-ന്റെ പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. പിന്നെ ഈ അദ്ദേഹത്തിന് ഒരു 8,000-ന് മേളിൽ കിട്ടത്തില്ല സാർ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഈ സ്വരാജിന് ഒറ്റ BJP-ക്കാരുടെ വോട്ട് കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഈ നമ്മുടെ ഇവിടുത്തെ യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഈ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് BJP-ക്കാരുടെ വോട്ട് കിട്ടത്തില്ല. പിന്നെ ശക്തമായ ഒരു ഇതായിരിക്കും, ഒരു 3,000-ന് മേൽ അത്രയും ഇതിനെ സ്വരാജ് ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജയിക്കുമെന്നാ പറയുന്നത്? ജയിക്കും, പക്ഷെ അത്ര ഈ BJP-ക്കാരുടെ വോട്ട് കിട്ടത്തില്ല. സ്വരാജ് ജയിക്കും, പക്ഷെ 3,000 വോട്ടേ ജയിക്കുള്ളൂ. അൻവറിന് ഒരു 8,000. അപ്പൊ നമുക്ക് ഏതായാലും 24-ാം തീയതി കണ്ണൻ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ ഞാൻ 24-ാം തീയതി ഞാൻ ഇതൊക്കെ ഓർത്തു വെക്കുന്നുണ്ട് കേട്ടോ. തോറ്റാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം ശരിയാവണമെന്നില്ല, എല്ലാം പ്രതീക്ഷയാണ്. ശരി, പക്ഷെ അതുകൊണ്ട് വിളിക്കാതിരിക്കരുത്. ഓക്കെ. അപ്പൊ ജഗത് കൃഷ്ണൻ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിരിക്കുന്ന നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ജഗത് കൃഷ്ണൻ നമസ്കാരം. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് അഭിലാഷാണ്. അഭിലാഷ് പാലയെന്നാ വിളിക്കുന്നല്ലേ? ഈ പാലക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കുന്നുണ്ടോ ഈ വിഷയം അവിടെ പാലയിലൊക്കെ പരിസരത്തൊക്കെ? അഭിലാഷ്, നിലമ്പൂര് ചർച്ചയാകാത്ത ആർക്കാ ഉള്ളത്? ചോദ്യം തന്നെ അപ്രസക്തമാണ്, അനാവശ്യമാണ്. കേരളത്തിലെ ലോകത്തെവിടെ മലയാളി ഉണ്ടോ അവർക്കെല്ലാം നിലമ്പൂർ ഒരു വിഷയം തന്നെയാണ്. അതെ, അത് നമ്മുടെ പ്രേക്ഷകർ സിംഗപ്പൂരിലെ നമ്മുടെ കാറ്റ് കിറ്റും അതുപോലെ ബ്ലൈറ്റിയും. ഓക്കെ, ബ്ലൈറ്റി എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ്. അദ്ദേഹം പിന്നീട് ഇവിടെ ഓഫീസിലേക്ക് വിളിച്ച് പറയുക ചെയ്തു. അദ്ദേഹത്തെ നമ്മൾ ബ്ലൈറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് UK-ലൊക്കെ ഇരുന്ന് നമ്മുടെ നിലമ്പൂർ ഉറ്റുനോക്കുകയാണ്. അപ്പൊ ശരിയാണ്, അത് അഭിലാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അഭിലാഷിന് അപ്പൊ ഈ പാലക്കാരൊക്കെ എന്താ അഭിലാഷ് പറയുന്നത്? അവിടെ ആര് ജയിക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്? എന്നാന്ന് ചോദിച്ചാല്, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും അൻവർ ഇന്ന് കാണിച്ച എന്താണെന്ന്. കൃത്യമായിട്ട് ആ പത്രിക തള്ളിപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങളോടൊരു സന്തോഷം അറിയിക്കുകയാണ്, നിങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ എല്ലാ ചാനലും കണ്ടത്, അതിനകത്ത് സൂചിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് തള്ളിച്ചതാ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മള് ഇത്രയും ഇലക്ഷനിൽ 6 തവണയെങ്ങാണ്ട് പുള്ളി മത്സരിച്ചിട്ടുണ്ട്. ഇത്രയും ഇലക്ഷൻ നിന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അത് തള്ളിച്ചത് തന്നെയാണ്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ, UDFന്റെ ഒരു കൺവെൻഷൻ കണ്ടതാണല്ലോ. അതിനകത്ത് നമ്മുടെ സ്ഥാനാർത്ഥി വന്ന് VS ജോയിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗം കണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ ഒരു UDFന്റെ ഒരു കൺവെൻഷൻ നമ്മളൊന്ന് ഓർക്കണം. അതിനകത്ത് VV പ്രകാശ് വന്നെന്ന് കൈ കൊടുക്കാൻ വന്നപ്പോ കൈ തട്ടിമാറ്റിപ്പോയ ഒരു ഷൗക്കത്തിനെ നമ്മൾ കണ്ടതാ. അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും ചെയ്തപ്പോൾ ഇത്തവണ നീ എന്നെ ചതിക്കുവോ എന്നുള്ള ഒരു ചോദ്യമാണല്ലോ അത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എല്ലാ മലയാളികൾക്കും അറിയാം. ഇനിയിപ്പോ സ്വരാജ് വന്നത് 4 കൊല്ലം മുമ്പുള്ള ഓരോ ദൃശ്യം വരെ ഓർത്ത് വെച്ചിട്ടാണ് കൃത്യമായിട്ട് ഞാനത് ഇന്നലെ അത് കണ്ടപ്പോ ഞാനത് ഓർത്താ. വെച്ചാൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു സ്ഥാനം നമ്മൾ എന്തൊക്കെ വിരോധം മനസ്സിലുണ്ടെങ്കിലും അത് ഒരു പൊതുവേദിയിൽ ആരും, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ അത് പൊതുവേദിയിൽ അത് കാണിക്കുകയില്ല. പക്ഷെ ഇവിടെ കാണിച്ചു. അതൊരു ഒരിക്കലും നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അന്നത്തെ. അപ്പോൾ ഏതായാലും വളരെ നന്ദി. നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന്. ഏതായാലും അഭിലാഷ് പാലയിൽ നിന്നാണ് വിളിച്ചത്. വളരെ സന്തോഷം. പാലയിലെ എല്ലാ പൊതുവേദി പ്രേക്ഷകർക്കും നമ്മുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രേക്ഷകൻ സന്തോഷാണ്. ശശിധരൻ വയലാറാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ശശിധരൻ വയലാർ, ഞാൻ വിചാരിച്ചത് ഇന്ന് ഞാൻ ഈ തീരുന്നവരെ ഇത് വെച്ചോണ്ടിരിക്കേണ്ടി വരുമെന്ന്. എന്താണ് ഈ ശശിധരൻ വയലാർ വളരെ തിരക്ക് പിടിച്ച ആളാണ്. ഒരു 2 മിനിറ്റ് ഈ പൊതുവേദിയിൽ മറ്റാളുകൾ പറയുന്നത് കൂടി കേൾക്കാൻ വയ്യേ? 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് മറ്റാളുകൾ സംസാരിക്കില്ല. അങ്ങ് പറയുന്ന രാജ്യത്തെ മുഴുവൻ ആളുകളും രാജ്യത്തിന്റെ പല ഭാഗത്തിരുന്ന് കേൾക്കുകയല്ലേ? അപ്പൊ ഒരു 5 മിനിറ്റ് പൊതുവേദിയിലെ ആളുകൾ പറയുന്നത് എന്തെന്ന് കേട്ടുകൂടെ? ഇതിപ്പോ എന്തോ അസഹനീയമായ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ ഇങ്ങനെ പറയേണ്ടതുണ്ടോ? അതിനല്ലേ നമ്മൾ ജീവിയുള്ളത്, ബാക്കി കേൾക്കാന്. അതല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടല്ല. മിനിയാന്ന് 50 മിനിറ്റ് കാത്തിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ കിട്ടി. അത് ഒരു 3-4 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ കട്ടായി. നിങ്ങൾ പിന്നെ LDF കൺവെൻഷനിലോട്ട് പോയി. എനിക്ക് ഈ ശശിധരൻ വയലാറിന് നല്ല ഒരു മുതിർന്ന പൗരനാണ്. കുറെയൊക്കെ ഒരു സഹിഷ്ണുത വരേണ്ട സമയമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങ് ഈ പൊതുവേദിയിലെ എല്ലാ വിഷയത്തിലും റേഷൻ കട തൊട്ട് ലോട്ടറി കട വരെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കാത്തിരിക്കേണ്ടി വന്നാൽ ഇത്രമാത്രം അസഹിഷ്ണുത പറയേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. മിനിയാന്നൊരു ദുരന്താണ് സംഭവിച്ചത്. ഞാൻ പറയട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കുത്തിയപ്പോ 15 മിനിറ്റ് കുത്തിയപ്പോ കിട്ടി എനിക്ക്. പിന്നെ 5-8 മിനിറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോ കട്ടായി ഓട്ടോമാറ്റിക്കലി. പിന്നെ നിങ്ങൾ നേരെ തെരഞ്ഞെടുപ്പ് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ അങ്ങോട്ട് പോകണ്ടേ? നമ്മളൊരു വാർത്താ ചാനലും കൂടിയല്ലേ. ഇത് എന്റെ ഒരു പ്രതികരണം ഇന്ന് എടുത്തില്ല എന്നതുകൊണ്ട് ഞാൻ പിടങ്ങി എന്ന് പറയുന്ന ഒരു 70-കാരനിലെ ആ ഒരു കുട്ടിത്വം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ 70-കാരൻ തന്നെ ആകണ്ടേ? കുട്ടികളെ പോലെ എപ്പോഴും ചിന്തിച്ചാലോ ശ്രീ ശശിധരൻ? അത് ഞാനിന്ന് ആദ്യം പറയാൻ പോയത് 2 പേര് വേറെയാണ്. അത് ഇങ്ങനെ ഇത്രയും താമസം വന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരി. ഈ നരകത്തിൽ നിന്നും കരകേറ്റിയിടണം ന്യൂസ് 18 വാഴും അനുപരത്തേന്നാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് ഒരാഴ്ച കഴിഞ്ഞു ഈ അൻവറിനെ കൊണ്ട് നമ്മൾ നടക്കാൻ വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞു, കറക്റ്റ് ഒരാഴ്ച. നമ്മുടെ പൊതുവേദിയിൽ നിമിഷ കവികളും ഉത്ഭവം എന്താണെന്നറിയാമോ? ടിവിയുടെ ഉത്ഭവം പാഷാണം വർക്കിന്നാണ്. അത് ജനത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരി. അല്ല, നമ്മളൊരു വ്യക്തിപരമായുള്ള ഒരു ആക്ഷേപത്തിലേക്ക് എല്ലാ കാര്യം അതിന്റെ എഫക്ട് വരാൻ പോണേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ആരൊക്കെ തലകുത്തി പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ ജയിക്കുള്ളൂ. അതൊക്കെ പറഞ്ഞേക്കും. ശരി. അതായത് നമ്മൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിലേക്ക് പോകാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് VC തോമസ് പറയുന്നത്, ഇന്നലെ രാവിലെ മുഹമ്മദ് റിയാസിനെ ഏതോ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇതുവരെ പൊട്ടിച്ചു കണ്ടില്ല. അൻവറിൻ്റെ വാക്കുകൾക്ക് പുല്ലുവരെ വില എന്നാണ്. അൻവറിൻ്റെ വാക്കിന് പുല്ലുവില. തോമസ് പുതുപ്പള്ളി എന്നോട് പറയുന്നത് അദ്ദേഹമാണ് VC തോമസ്. ഇന്നലെ മുഹമ്മദ് റിയാസിനെതിരെ എന്തോ ബോംബ് പൊട്ടിക്കും എന്ന് അൻവർ പറഞ്ഞിരുന്നുവെന്നും, പക്ഷേ
അത് കണ്ടില്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ബോംബുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, പിന്നെ രാജേഷ് നിലമ്പൂർ പറയുന്നത് ഒന്ന് കുറിച്ചു വെക്കണമെന്ന് എന്നോട് ജയകുമാർ ആവശ്യപ്പെടുകയാണ്. നിലമ്പൂരിൻ്റെ പൾസ് അറിയാവുന്ന ഒരാളാണ് രാജേഷ് എന്ന്. അതെ, നിലമ്പൂരിൻ്റെ ഒരു പൾസ് അറിയാം. അപ്പോൾ എന്നോട് ഷാജി കണിയാമ്പറമ്പിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജി കണിയാമ്പറമ്പിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. കാരണം അതേ എപ്പോഴും എന്നെ നല്ലോണം പുകഴ്ത്തുന്നു, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇന്നും എന്നോട് ചോദിക്കുന്നു, മനു സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ അവതരണമൊക്കെ അടിപൊളിയാണെന്ന് എപ്പോഴും പറയുന്ന ആളാണ് ഷാജി കണിയാമ്പറമ്പിൽ. ഇപ്പോൾ ഷാജി കണിയാമ്പറമ്പിലിന് എൻ്റെ എല്ലാ സ്നേഹാഭിവാദ്യങ്ങളും. കാരണം എന്നെ ഇങ്ങനെ നമുക്ക് പറയാലോ, ഇപ്പം എത്രയും വിമർശനങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ വരുമ്പോഴും ചില പുകഴ്ത്തലുകൾ നമുക്കൊരു വലിയൊരു സാന്ത്വനമായി, ഒരു ചെറിയ ഒരു തണുത്ത കാറ്റായി നമുക്ക് കിട്ടുകയും വലിയ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു എന്നതാണ് അതിലെ കാര്യം. അപ്പോൾ ഓക്കെ, ശശിധരൻ വയലാറിനെ സൂപ്പറാണെന്ന് പറയുകയാണ് അരുന്ധതി. ഓക്കെ, ദിലീപ് കുമാർ പറയുന്നു ശശിധരൻ വയലാറിനെ പോലുള്ളവർ ദിവസവും വിളിച്ച് സമയം കളയുന്ന വിഷമത്തിൽ ഊന്നി വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ദിവസവും തൻ്റെ ശബ്ദം ചാനലിൽ കൂടി കേട്ട് സായുജ്യം അടിയുന്നു. ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറയുന്നു. ഓക്കെ, അല്ല അങ്ങനെയല്ല, അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ ഇതും ഉണ്ട്. ഓക്കെ, എന്നോട് ഇപ്പം കൃഷ്ണൻകുട്ടി മണിമല ചേരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരാളാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവിടെ സ്വരാജ് ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് കൃഷ്ണൻകുട്ടി മണിമല. എത്ര വോട്ടിന് ജയിക്കുമെന്നാണ് കൃഷ്ണൻകുട്ടി മണിമല കരുതുന്നത്? അതിലേക്ക് വരാം. ഈ കുമാരനാശാന്റെ കവിതയുണ്ടല്ലോ, വീണപൂവ്, അധിക തുങ്കപഥത്തിൽ വിരാജിച്ച രാജ്ഞി കണക്ക് എന്ന് പറഞ്ഞ ആ പൂവ് നിലത്ത് വീണ് പോയപ്പോ അതിന്റെ ഓർത്ത് വിലപിക്കുന്ന കുമാരനാശാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പണ്ടൊരു സിനിമയുണ്ടായിരുന്നു, പോസ്റ്റ്മാനെ കാണാനില്ല. അതിലൊരു പാട്ടുണ്ട്, പണ്ടൊരു നാളിൽ പട്ടണ നടുവിൽ പാതിര നേരം സൂര്യൻ ഉദിച്ചു, പട്ടാപ്പകല് മഹാന്മാരായി ചുറ്റി നടന്നവർ കണ്ണുമിഴിച്ചു. നമ്മളിപ്പോ കാണുന്നത് അർദ്ധരാത്രിക്കൊക്കെ ചിലരൊക്കെ തലയിൽ മുണ്ടിട്ട് ചില വീട് കയറുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് അങ്ങനെ ചെയ്യുന്നവര് പരാജയ ഭീതിയുണ്ട് ശരിക്കും. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഈ പട്ടാപ്പകല് പോകാതെ അർദ്ധരാത്രിക്ക് പോകുന്നത്. ഏതായാലും അത് ഷൂട്ട് ചെയ്ത് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഇട്ട ആൾക്കാരെ അഭിനന്ദിക്കണം. പിന്നെ അൻവറിന്റെ കാര്യം, അൻവറെ 2 പ്രാവശ്യം അവിടെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും അനുഭാവികളും എല്ലാം കൂടെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആര്യാട മുഹമ്മദ് ഒക്കെ അവിടെ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അൻവറിനെ ജയിപ്പിച്ചെടുത്തത്. അങ്ങനെ ജയിപ്പിച്ചെടുത്തവരോട് ഒരു ബാധ്യതയും ഒരു കണക്ക് തീർക്കലും ഇല്ലാതെ അൻവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇടതുപക്ഷ മുന്നണിയുടെ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നു. അതിന് അവിടുത്തെ വോട്ടർമാരോട് അനുവാദം ചോദിച്ചിരുന്നോ? ഇല്ല, തന്നിഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ്. തന്നിഷ്ടപ്രകാരം ചെയ്ത ഒരാള് ചതിയനാണ്. അവിടെ ചതികളുടെ ഒരു കൂമ്പാരപ്പം നടക്കുകയാണ് ഈ നിലമ്പൂര്. നമ്മൾ ഓരോ ദിവസവും കാണുന്ന വാർത്ത നോക്കിക്കോ, ആരൊക്കെ എങ്ങോട്ടൊക്കെ ചാടി പോകുന്നു. കേരള കോൺഗ്രസ് നിന്ന് ഒരാളെ പിടിച്ച് BJP സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നെ പ്രകാശനോട്, അതായത് കോൺഗ്രസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയോട് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ കുറച്ചു മുമ്പേ വിളിച്ച ഒരാൾ പറഞ്ഞു. ഇങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് സ്വരാജിനെ നോക്കൂ, സ്വരാജിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപം, എന്തെങ്കിലും ഒരു ആക്ഷേപം ആരും പറയുന്നില്ല. എന്തെങ്കിലും ചെറിയ കള്ളക്കഥകൾ പറയുന്നതല്ലാതെ ഒരാക്ഷേപവും പറയുന്നില്ല. സ്വരാജ് എന്ന് പറഞ്ഞാല് സൂര്യവെളിച്ചത്തിൽ നിൽക്കുന്ന ഒരു ആളാണ് സ്വരാജ്. അതിന്റെ മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം മെഴുകുതിരികളാണ്. അതുകൊണ്ട് സ്വരാജ് ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്രയും തിഷ്ണാശാലിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലെ രാഷ്ട്രീയ ഇപ്പോഴത്തെ നിലവാരത്തിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിലമ്പൂരെ ജനങ്ങള് ശരിക്കും പ്രബുദ്ധതയുള്ളവരാണ്. കാലം കഴിയുന്തോറും അവർ കൂടുതൽ പ്രബുദ്ധരാകുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വരാജാണ് ജയിക്കേണ്ടത്. സ്വരാജ് ജയിക്കും. ഞാൻ വിചാരിക്കുന്നത് 8000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കുമെന്നാണ്. കാരണം സ്വരാജിനെ സംബന്ധിച്ച് ഒരു ബ്ലാക്ക് മാർക്കും ഇല്ല. എന്ന് മാത്രമല്ല, സ്വരാജ് ജയിച്ചു വന്നാല് അത് ഈ നിലമ്പൂർ മണ്ഡലത്തിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് ആകെയും പ്രയോജനം ഉണ്ടാവും. എന്തെന്ന് വെച്ചാല് ഈ ഇപ്പോഴത്തെ മന്ത്രിസഭ ഒരു 3ാം ഊഴത്തിലേക്ക് പോകുന്നു എന്നാണ് പ്രതിപക്ഷം വരെയും ചില ചാനലുകൾ വരെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്വരാജ് തന്നെയാണ് ജയിച്ചു വരേണ്ടത്. അതുകൊണ്ട് സ്വരാജ് ജയിക്കും തന്നെ പറയുന്നു. അതുകൊണ്ട് നിലമ്പൂരെ വോട്ടർമാരോട് ഞാനും അഭ്യർത്ഥിക്കുന്നു, സ്വരാജിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവർ ജയിപ്പിക്കണമെന്ന്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല ഇടത് അനുകൂലിയാണ്. അദ്ദേഹം സ്വരാജ് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ദിനേഷ് KV എന്നോട് പറയുന്നത്, രാഷ്ട്രീയ കോമാളികൾ നാട് ഭരിച്ചിട്ട് സാധാരണക്കാരന് ഒരു കാര്യവും ഇല്ല, കക്കുക മുക്കുക എന്നല്ലാതെ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഷാജി ഭാസ്കരൻ കൃഷ്ണൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഓക്കെ,
അപ്പോൾ എന്നോടൊപ്പം ഇനി അടുത്ത് ചേരുന്നത് നമ്മുടെ റഷീദ് കൊയിലാണ്ടിയാണ്. റഷീദ് കൊയിലാണ്ടി പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. മാത്രമല്ല എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, റഷീദ് കൊയിലാണ്ടി വിചാരിക്കുന്നത് നിലമ്പൂരിൽ UDFൻ്റെ വലിയൊരു ആധിപത്യം ഉണ്ടാകുമെന്നും അതൊരു ആധികാരിക വിജയമായിരിക്കുമെന്നുമാണ് എന്നാണ് അദ്ദേഹം വിചാരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ശ്രീ റഷീദ് കൊയിലാണ്ടി? എന്താ ഒരു ക്ഷീണം വർത്തമാനത്തിൽ പനി പിടിച്ചോ? പനിയായിരുന്നു അത്. അതിന്റെ ഒരു ചെറിയ ഇതുണ്ട്, തൊണ്ടക്കൊക്കെ ഉണ്ടല്ലേ. ഏതായാലും നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഈ കള്ളപ്രചരണങ്ങളും കുപ്രചരണങ്ങളും കൊണ്ടൊന്നും UDFന്റെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കാനൊന്നും കഴിയില്ല. നിലമ്പൂരിൽ നടക്കുന്നത് 100% രാഷ്ട്രീയമായ പോരാട്ടമാണ്. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തെ വിചാരണ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജനാധിപത്യ വിശ്വാസികൾ കാതോർത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും അതിന്റെ വിലയിരുത്തലും അതിന്റെ ഫലപ്രഖ്യാപനവുമാണ് കാതോർത്തിരിക്കുന്നത്. മലമ്പ്രദേശവും അതേപോലെ തന്നെ വനപ്രദേശവും ഉൾക്കൊള്ളുന്ന വയനാട്, നിലമ്പൂർ, അവിടെ നിർത്തിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, വളരെ പുകഴ്ത്തി പറഞ്ഞല്ലോ എന്റെ മുൻപിലുള്ള പറഞ്ഞ ആളെ, ഈ സ്വരാജ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവിടെ ആളുകളെ വനത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി കൊല്ലുന്നു, പരിക്കേൽപ്പിക്കുന്നു എന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തിനാണ്, എപ്പോഴാണ് സ്വരാജ് വന്ന് തന്റെ പ്രദേശമാണ്, തന്റെ നാടാണ് എന്നൊക്കെ പറഞ്ഞ ഈ നാട്ടിൽ വലിയ രാഷ്ട്രീയ നേതാവാണല്ലോ, എന്തെങ്കിലും പ്രതികരിച്ചതായി നിങ്ങൾ വാർത്ത കൊടുത്തിരുന്നു? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സ്ഥിരമായി News 18 കേരള കേൾക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഈ നിലമ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും നേരെ മറിച്ച് ഷൗക്കത്ത് നിരന്തരം അവിടെ ഇടപെടുന്നുണ്ട്. റഷീദ് കൊയിലാണ്ടി അത് സ്വരാജ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ പ്രകൃതിക്ഷോഭവും ഉണ്ടായപ്പോൾ താനും ഷൗക്കത്തും ഒരു കുടക്കീഴിൽ നിന്ന് ഒട്ടനവധി സംഭവങ്ങൾ പറഞ്ഞു. തൃപ്പൂണിത്തറയിലാണ് സ്വന്തം തട്ടകത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുക. തൃപ്പൂണിത്തറയിൽ ഒരു തവണ നിൽക്കുകയും പിന്നീട് ജനങ്ങൾ വേണ്ടെന്ന് വെച്ചും ആളാണ് സ്വരാജ്. അപ്പൊ അത്രയൊന്നും ഒരു വലിയ ഒരു മഹാനൊന്നും അല്ല സ്വരാജ്. പിന്നെ മാത്രമല്ല, നിലമ്പൂരിന്റെ മണ്ണ് കോൺഗ്രസിന്റെ മണ്ണാണ്. കോൺഗ്രസ് എന്ന് വെച്ചാൽ UDFന്റെ മണ്ണാണ്. നമ്മുടെ പ്രിയങ്ക ഗാന്ധി അവിടെ ഭൂരിപക്ഷം ലഭിച്ചത് എത്രയാണെന്നറിയോ? 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച സ്ഥലമാണ് നിലമ്പൂർ. തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. അത്ര പോലും ഇതുവരെ UDF നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അൻവറിന്റെ ഫാക്ട് ഉണ്ടല്ലോ, അൻവറിന്റെ 8-9 കൊല്ലമായി അൻവറിന്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇടതുപക്ഷക്കാരായ ആളുകൾ. അതുകൊണ്ട് ഒരിക്കലും ഒരു വോട്ട് പോലും കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് അങ്ങോട്ട് നീങ്ങില്ല നിലമ്പൂർ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, അങ്ങ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു 10,000 വോട്ടിന് എന്തായാലും നിലമ്പൂരില് ആര്യാട് ഷൗക്കത്ത് ജയിക്കും. നേരെ മറിച്ച് ഈ നിലമ്പൂരില് അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ 20,000 വോട്ടിന് ജയിക്കുമായിരുന്നു. എന്തായാലും 10,000 വോട്ടിന് ജയിക്കുമെന്നാണ് താങ്കൾ ഉറപ്പിച്ചു പറഞ്ഞത്. 10,000 വോട്ടിന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഞാനിത് ഓർമ്മിപ്പിക്കും. അപ്പൊ തെറ്റിയ കുഴപ്പമൊന്നുമില്ല, അത് രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയാണ് വലുത്. എങ്കിലും ഞാനൊരു കൗതുകത്തിന്റെ പുറത്ത് അറിയാൻ വേണ്ടി ചോദിച്ചത്. അതേപോലെ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് നിലമ്പൂരിലെ വോട്ടർമാരോട്, തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ, വിലയേറിയ വോട്ടുകൾ ഈ ദുർഭരണത്തിനെതിരെ നിങ്ങൾ രേഖപ്പെടുത്തണം. ആര്യാട് ഷൗക്കത്തിന് വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കണം. ഇനി നമുക്ക് ഇതൊരു പ്രചരണ വേദിയാക്കണ്ട. ഏതായാലും പോട്ടെ, രണ്ടുപേരും അഭ്യർത്ഥന പറയാലോ. ശരി, ഓക്കെ, ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത് അതായത് താങ്കളുടെ അവതരണ ശൈലി വളരെ മനോഹരമായിരുന്നു എന്ന് ഞാനും നേരത്തെ പലരും ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് ഞാൻ ഓർക്കുന്നു. ആ ജയകുമാറിനോട് അങ്ങേയറ്റത്ത് സ്നേഹമുണ്ട്. അത് പറഞ്ഞത് ഞാൻ അന്ന് ഇവിടെ വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഓക്കെ. മൊൻസാക്ക് പറയുന്നു, വിഷയത്തിൽ അടിസ്ഥാനമായി സംസാരിക്കണം എല്ലാവരും എന്ന് പറയുന്നു. ചുമ്മാ മോശം ഭരണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് മോൻസാക്കിൻ്റെ അഭിപ്രായം. ഓക്കെ, മോൻസാക്ക് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഷാസ് എന്നോട് പറയുന്നു, സ്വരാജ് തോറ്റാൽ കേരളം തോറ്റു എന്നാണ്. ഓക്കെ.
അപ്പോൾ ഹെനൻ എന്നോട് പറയും, സർ ഡിഡ് യു സീ ദ ടോൾ അബൌട്ട് രാഹുൽ whenever build up he just made broke into pieces. Okay, whatever build up he whatever build up he made just broke into pieces. Okay, അങ്ങനെ ഓക്കെ കണ്ടു. യെസ്. അപ്പോൾ അതുപോലെ റഷീദിന് ദുർഭരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഷാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എന്നെ എന്താണെന്നറിയില്ല, കുറേ പേർ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ. കുട്ടൻ വിളക്കത്തല നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. കുട്ടൻ വിളക്കത്തല എൻ്റെ അവതരണം വളരെ നല്ലതാണ് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല. പക്ഷേ ഞാൻ സത്യത്തിൽ ഇന്ന് പനിയൊക്കെ പിടിച്ച് വല്ലാതെ മാറുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാലും എന്നെ പുകഴ്ത്തുകയാണ്. ഓക്കെ, സന്തോഷം. 9 വർഷം ഭരിച്ചിട്ടും കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാർ ഇപ്പോൾ സ്വരാജ് ജയിച്ചാൽ ചെയ്യുമോ? ഇപ്പോഴത്തെ കർഷക സ്നേഹം എവിടെ നിന്ന് ഉടലെടുത്തു എന്നാണ് കുട്ടൻ വിളക്കത്തല ചോദിക്കുന്നത്. അപ്പോൾ 5000 വോട്ടിന് UDF ജയിക്കും എന്നാണ് പറയുന്നത് സാർ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടൻ വിളക്കത്തല എനിക്ക് 7 ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണത്തിന് പിങ്ക് നിറവും ബാക്കി 4 എണ്ണത്തിന് നീല നിറവുമാണ്. അപ്പോൾ ശ്രീ കുട്ടൻ വിളക്കത്തലയുടെ 3 പിങ്ക് ഹൃദയങ്ങൾക്കും 4 നീല ഹൃദയങ്ങൾക്കും അങ്ങേയറ്റത്തെ നന്ദി പറയുകയാണ്. അഷ്റഫ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഹായ് എന്ന് പറയുന്നു അഷ്റഫ്. പലരും ഞാനും എന്നാണ് എഴുതിയത്. ഓക്കെ, ജയകുമാർ എന്നോട് പറയുന്നു പലരും ഞാനും ആണ് പുകഴ്ത്തിയിട്ടുള്ളത് എന്നെഴുതുന്നു. ഓക്കെ, മനസ്സിലായി. ഓക്കെ, റഷീദ് കൊയിലാണ്ടി പ്രിയങ്ക ഗാന്ധി ഏത് പ്രശ്നത്തിൽ ഇടപെട്ട് കൊണ്ടാണ് MP ആയത് എന്ന് ദിലീപും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബിനോയ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ബിനോയ് പ്രചരണത്തിനൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ ഇത്തവണ? മനു നമസ്കാരം. ഞാൻ പോകുന്നുണ്ട് മനു, ഉറപ്പായിട്ട് പോകുന്നുണ്ട്. എന്റെ സഹപ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ കുറെ അനിയന്മാര് പോയിട്ട് തിരിച്ചവർ റിപ്പോർട്ടുമായിട്ട് കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. എന്താ റിപ്പോർട്ട് ചെയ്തത്? റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ പറയുന്നത് പോലെ ഞാൻ നേരത്തെ മനുവിനോട് പറഞ്ഞു 20,000 വോട്ടിന് മുകളിൽ ജയിക്കും. 20,000 മുതൽ 21,000 വോട്ടിന്റെ ഇടയിൽ ജയിക്കും. പിന്നെ അത് ഉറപ്പാണ്. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം പോലെ തന്നെയാണ്. അവിടെ ഞങ്ങളുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തന മേഖലയിലുള്ളത്. പിന്നെ സുരാജിനെ CPM മത്സരിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. ആദ്യം അവിടെ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന ആളാണ് സുരാജ്. പക്ഷെ എന്തോ ഒരു നേർച്ചക്കോഴി പോലെ കൊണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അദ്ദേഹം വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം കഴിഞ്ഞ LDF തരംഗത്തിൽ പോലും LDF കണ്ടവരെല്ലാം ജയിച്ചു, പറഞ്ഞവരെല്ലാം ജയിച്ചു. പക്ഷെ എന്നിട്ട് പോലും തൃപ്പൂണിത്തറയിൽ നിന്ന് ബഹുമാന്യനായ K ബാബുവിനോടൊപ്പം തോറ്റ ഈ സുരാജിനെ വീണ്ടും കൊണ്ട് പരീക്ഷിക്കുന്നത്, അതായത് മരുമോൻ മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി കൊടുക്കുന്ന ഒരു പണിയാണ്. മാറി നിന്നതിനെ റിയാസ് വിളിച്ചുകൊണ്ട് വന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അതിന്റെ അർത്ഥം ഈ ഈ സ്ക്രീനിൽ നിന്ന് തന്നെ സുരാജിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം റിയാസ് അവിടെ സ്ഥാനാർത്ഥി. ഒരിക്കലും അവരവിടെ ജയിക്കത്തില്ല. പാർട്ടി ചിഹ്നത്തിൽ ഇന്നുവരെ അവിടെ ജയിച്ചിട്ടുമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം കൊടുക്കുന്ന ഒരു പണിയാണ് റിയാസും മറ്റ് ടീമും ഒക്കെ ചേർന്ന് സുരാജിന് കൊടുക്കുന്ന ഒരു പണിയാണ് ഈ ഇലക്ഷൻ. അപ്പൊ അത് ഒരു CPM സഹയാത്രികം വന്ന് പറയുന്ന കേട്ട് നേരത്തെ 8,000 വോട്ടിന് ജയിച്ചു. 8,000 പോയിട്ട് ഒരു 21,000 വോട്ടിന് തോക്കുന്ന ആളിനെ 8,000 വോട്ടിന് ജയിക്കുന്നു. എന്തടിസ്ഥാനത്തിലാ? ഒരടിസ്ഥാനത്തിലും അവിടെ സുരാജ് ജയിക്കുകയില്ല. സുരാജിന് ജയിക്കാനും പറ്റത്തില്ല. പിന്നെ എനിക്ക് സമയം ഒരു ചെറിയ പ്രശ്നമായതുകൊണ്ടാണ്, ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. അഷ്റഫ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, 100% ആര്യടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ബഷീർ KCM പറയുന്നു. UDF എന്ന് മൻസൂർ മൂച്ചാക്കിലും എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജയകുമാറും 2,000 വോട്ടിന് മുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000 വോട്ടിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദി തുടരുകയാണ്. ഈ അടിസ്ഥാന വോട്ടുകളുടെ എണ്ണത്തിൽ തങ്ങൾ വ്യക്തമായ മേൽക്കൈയുണ്ടെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് തങ്ങൾക്ക് വലിയ നേട്ടമാകും എന്ന പ്രതീക്ഷയാണ് LDFന് ഉള്ളത്. മുഖ്യമന്ത്രിയും പ്രചരണ രംഗത്ത് സജ്ജമാവുകയാണ്. അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നയിക്കും എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, മനുസാറ് വീണ്ടും വാത് വയ്ക്കാൻ തീരുമാനിച്ചോ? വീണ്ടും മനുസാറ് വാത് വയ്ക്കുകയാണല്ലോ, എത്ര കിട്ടും എന്നുള്ള രീതിയിൽ. ഞാനിത് ആളുകളുടെ ഒരു ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ, എന്നാലേ നമുക്കൊരു നല്ലത്. ഏതായാലും
നിലമ്പൂരിനിടയിൽ എന്താന്ന് വെച്ചാൽ കോവിഡ് കൂടെ എത്തിക്കഴിഞ്ഞു സാർ. കോവിഡ് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം, പ്രാധാന്യം കൊടുക്കണം കേട്ടോ സാർ. നമ്മളിന്നൊരു ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് വൈകുന്നേരം 8 മണിക്ക് കോവിഡിനെ എങ്ങനെ നേരിടാം. ദിവസം ചെല്ലും തോറും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൂടി വരുന്ന ഒരവസ്ഥയാണ്. മുമ്പ് ഇത് തന്നെ ആയിരുന്നു. എങ്കിലും നമുക്കിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൻവർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ട നികുതി പൈസ കംപ്ലീറ്റ് അദ്ദേഹം തരുമോ സാർ? അത് ശരിയാണ്. അതൊരു ചോദ്യമാണ്. പോട്ടെ. ഏതായാലും സാർ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് കോവിഡിനെ പറ്റി ഒരു പ്രേക്ഷകൻ ഓർമ്മിപ്പിച്ചു, ചന്ദ്രൻ നായർ. അദ്ദേഹം നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കോവിഡ് വീണ്ടും തലപൊക്കി എന്ന വാർത്തകൾ സജീവമാവുകയാണ്. അപ്പോൾ നമുക്ക് കോവിഡിനെ ഒരു തവണ കേരളവും നമ്മുടെ ഇന്ത്യയും ശക്തമായി നേരിട്ട് അതിനെ തുരത്തിയതാണ്. അപ്പോൾ ആ രോഗാണുവിനെ വീണ്ടും നമുക്ക് കരുതലോടുകൂടി കൈകോർത്തുകൊണ്ട് നേരിടേണ്ട ഒരു സാഹചര്യം ആണുള്ളത്. അപ്പോൾ ഏറ്റവും ഒടുവിലെ എൻ്റെ കോളർ എനിക്ക് തോന്നുന്നത് ദീപു ആണ്. ദീപു തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ദീപു എന്താണ് നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നത്? ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കണക്ക് കൂട്ടിയാൽ LDF ജയിക്കുമെന്നാണ് ദീപു പ്രതീക്ഷിക്കുന്നത്, എനിക്കറിയാം. പക്ഷേ എത്ര വോട്ടർ ജയിക്കുമെന്നാണ് കരുതുന്നത്? അങ്ങനെ ഒരു വോട്ടിന്റെ എണ്ണം പറയാനോ ജയം തോൽവി പറയാനോ ഞാൻ ആളല്ലല്ലോ. പക്ഷെ ഞങ്ങള് ഇടതുപക്ഷം അവിടെ നിലമ്പൂരുകാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി മാത്രമല്ല, പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം ഉള്ള ആളാണ്, എങ്ങനെയാണ് മണ്ഡലങ്ങളെ നോക്കുന്നതെന്നൊക്കെ നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വിജയം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും ജയിച്ചിട്ടും തൃപ്പൂണിത്തറയെ തോറ്റു എന്ന് പറഞ്ഞു. തൃപ്പൂണിത്തറയെ തോറ്റത് 1000 താഴെ വോട്ടില്ല. അത് ആ സമയത്ത് ബാബുവിന് BJPയുടെ വോട്ട് 15,000 വോട്ടിന് മേളിൽ വരുന്ന BJPക്ക് 6,000-7,000 വോട്ടോളം കുറഞ്ഞു. ആ വോട്ട് എങ്ങോട്ട് പോയി? എന്നിട്ട് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയിച്ചത് BJPയുടെ വോട്ട് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിനെ പരാതിപ്പെടുകയും പരാതി BJPയുടെ നേതൃത്വത്തിന് കൊടുക്കുകയും ചെയ്തതൊക്കെ ഈ പറയുന്ന കൊല്ലത്തെ മഹാൻ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദ് ഏകദേശം 35 വർഷത്തോളം അവിടെ മന്ത്രിയായിട്ടും അല്ലാതെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും അവിടെ നടപ്പാക്കാൻ പറ്റുന്ന കീ പൊസിഷനിൽ താക്കോൽ സ്ഥാനത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ 35 വർഷം ഒരു ഏക്കും പൂക്കും ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇടതുപക്ഷം വന്നപ്പോഴാണ് അൻവറിലൂടെ തന്നെ ഇടതുപക്ഷത്തിന്റെ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് നാളെ എന്താണ് വികസനം, നിലമ്പൂരിലെ വികസനത്തെ കുറിച്ച് ഒരു ചർച്ച വയ്ക്കും. നമുക്ക് ഓരോന്ന് എണ്ണി പറയാം. ഇപ്പൊ നിലമ്പൂർ ബൈപ്പാസ് അടക്കം സ്കൂളുകള്, അവിടുത്തെ കോളേജ്, അങ്ങനെ തുടങ്ങിയാലും ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ 11,000 വോട്ടിന് തോറ്റതാണ് ഈ മഹാൻ. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയും ഈ ഇടതുപക്ഷ ഗവൺമെന്റ് 3-0 വരികയാണെങ്കിൽ ഒരു മന്ത്രിയും നിലമ്പൂരിന് കിട്ടുന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ആ വഴിക്ക് തന്നെ ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്താൽ അവർക്ക് കൊള്ളാം എന്നേ പറയുള്ളൂ. അല്ലാതെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്ത് ഈ ശ്രീപ്രകാശിന്റെ വി പ്രകാശോ അദ്ദേഹത്തിന്റെ കൈകരുട്ടി മാറ്റുകയും അവിടെ ജോയുടെ നിലവിളിയും ഒക്കെ നമ്മൾ കേട്ടല്ലേ. ഇവിടുന്ന് ഇടതുപക്ഷത്തു നിന്ന് പോയ അൻവർ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി ഇടതുപക്ഷത്ത് ഇപ്പൊ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ പോയിട്ട് ഇപ്പം തല്ലുകൂടുന്ന ആരുമായിട്ടാണ് UDF ആയിട്ടാണ്. ഇതൊക്കെ കണ്ടാണ് ജനം അവിടെ ഇരിക്കുന്നത്. എന്താണ് സതീശൻ പറയുന്നത്? സതീശൻ പറഞ്ഞു ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, 2 വാക്ക്. ഈ 2 വാക്കിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും. ഇയാളുടെ തന്നെ ഏറ്റവും വലിയ ശിഷ്യനായിട്ടുള്ള ഒരാൾ തലയും കൊണ്ടിട്ടുകൊണ്ട് ഇയാളുടെ അടുത്ത് രാത്രി പോയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞത് ഞാൻ ശാസിക്കുകയുള്ളൂ, ഞാൻ നടപടിയൊന്നും എടുക്കില്ല എന്ന്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാളും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്യാദി ഈ പറയുന്ന ഇവരുടെ ഈ ജീർണത, UDFന്റെ ജീർണത, ആ ജീർണത മുഴുവൻ നിലമ്പൂരുകാർക്ക് മനസ്സിലാക്കാനാണ്. അത് നിലമ്പൂരുകാർ ഇതെല്ലാം മനസ്സിലാക്കി സ്വരാജിന് വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഓക്കെ, ഏതായാലും പലതരത്തിലുള്ള പ്രതീക്ഷകളാണ് നമ്മളിന്ന് പൊതുവേദിയിൽ കണ്ടത്. 20,000 വോട്ടിന് UDF ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. 10,000 വോട്ടിന് CPM ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എന്തായാലും CPM ജയിക്കുമെന്ന് ദീപുവിനെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിരവധി ആളുകൾ അത്തരം പ്രതീക്ഷകളുമായി രംഗത്ത് വരികയാണ്. ഏതായാലും പ്രചരണം വളരെ ശക്തമായി തന്നെ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി പഞ്ചായത്തുകൾ തോറും
എത്തി പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രചരണത്തിലേക്ക് എത്തിയേക്കാം എന്ന സൂചന കോൺഗ്രസ് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുകയാണ്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഓരോ വോട്ടും അമൂല്യമാണ്. അത് അവർ പാഴാക്കാതെ വളരെ കൃത്യമായി തന്നെ ചെയ്യും എന്ന പൊതുവേദി ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിലമ്പൂരും അതുമായി ബന്ധപ്പെട്ട വാദവിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ വീണ്ടും വരും ദിവസങ്ങളിൽ പൊതുവേദിയിൽ തുടർന്നും ചർച്ചയാകും. ഒപ്പം തന്നെ ഇന്ന് ഒരു പ്രേക്ഷകൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ കോവിഡ് നമുക്ക് മുന്നിൽ വീണ്ടും ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തുകയാണ്. അതിനെ നമുക്ക് അകലം പാലിച്ചുകൊണ്ട് തന്നെ നേരിടാൻ കഴിയും എന്നാണ് ഞാനും കരുതുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.